തീര ഭൂസംരക്ഷണ സമിതിയിലെ ശ്രീമതി മാഗ്ലിൻ പീറ്റർ. ശ്രീമതി മാഗ്ലിൻ, ഇപ്പോൾ ഈ പല കോണിൽ നിന്നും ചില ആവശ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് കേരളത്തിന് പതിവില്ലാത്ത ഇത്തരം കപ്പൽ അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിന് പിന്നിലെ കാരണങ്ങൾ, അതിലെ ദുരൂഹത സംബന്ധിച്ച കാര്യങ്ങളിൽ വിശദമായ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വളർച്ച മറ്റു പല രാജ്യങ്ങളെയും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ, ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും അട്ടിമറികളുണ്ടോ എന്നതാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ചോദ്യം. മറ്റൊന്ന്, തീരദേശ മേഖലയിൽ കഴിയുന്ന ആളുകളുടെ ഈ അപകടങ്ങൾക്ക് ശേഷമുള്ള അവരുടെ സാഹചര്യം പരിഹരിക്കാൻ അത് പരിഗണിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നതാണ്. ശ്രീമതി മാഗ്ലിൻ, ഇതിനകത്തൊരു അട്ടിമറി താങ്കൾ സംശയിക്കുന്നുണ്ടോ? തീരപ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ? അട്ടിമറിയാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. കാരണം അപകടം ഇത് അട്ടിമറിയാണോ അതാണോ ബോധപൂർവം മുക്കിയതാണോ എന്നും നമുക്കറിയില്ല. രണ്ടും നമ്മൾ സംശയിക്കുന്നുണ്ട്. കാരണം അറിയാലോ, MSCയുടെ കാലാവധി ഇനി 2 വർഷം കൂടിയേ ഉള്ളൂ. അതിനുള്ളിലാണ് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ കൊച്ചിയിൽ ഇത് അപകടത്തിൽപ്പെട്ട് മുങ്ങിപ്പോകുന്നത്. ആ മുങ്ങിപ്പോകുന്ന സമയത്തിന്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാമല്ലോ. ഏർലി മോർണിംഗിന് നമ്മൾ അറിയുന്നു, മുങ്ങുന്നത് അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ്. അത് നിവർത്താൻ വേണ്ടിയിട്ടുള്ള യാതൊരുവിധ സംവിധാനവും സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പോർട്ടിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ കപ്പലിന്റെ ഉടമസ്ഥയുള്ള കമ്പനിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. ഞങ്ങൾ ഇത് അന്വേഷിക്കാൻ സാധ്യത വളരെ കുറവാണ്. വളരെ കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത്, അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി പറഞ്ഞു, വ്യവസായ വകുപ്പ് മന്ത്രി ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, മുങ്ങിയത് മുങ്ങി, ഇനി ഞങ്ങൾക്ക് വേണ്ടത് നഷ്ടപരിഹാരമാണ്. അതുകൊണ്ട് നഷ്ടപരിഹാരം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വിത്തിൻ മണിക്കൂറിനുള്ളിലാണ് അടുത്ത കപ്പലും ഇതേപോലെ തന്നെ നമ്മുടെ അഴീക്കല് അല്ലെങ്കിൽ ബേപ്പൂര് മുങ്ങിയ കത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, കൃത്യമായി നമുക്കറിയാം, ഒരു കണ്ടെയ്നർ തുറമുഖം നമുക്ക് ഇവിടെയുള്ളപ്പം അപകടം ഉണ്ടാവാനുള്ള സാധ്യതകൾ നമ്മൾ മുൻകൂട്ടി കാണേണ്ടതാണ്. കാരണം ഇതൊന്നും തീ കത്തത്തില്ല അല്ലെങ്കിൽ മുങ്ങിപ്പോവില്ല എന്നൊന്നും നമുക്ക് പൂർണ്ണമായി 100% ഒന്നും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല. അതുകൊണ്ട് ഏത് നിമിഷവും ഇത് അപകടത്തിൽപ്പെടാം, എപ്പോഴെങ്കിലും ഒക്കെ അപകടത്തിൽപ്പെടാം. അപ്പം ഈ അപകടം സംഭവിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിവെന്റീവ്, അതിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ ആളുകളെ റെസ്ക്യൂ ചെയ്യണം, ഒപ്പം ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് സംവിധാനമാണ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടാണ് ഈ പോർട്ടിന് ഇവിടെ അനുമതി കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയൊരു സംശയം ഇവിടെ നിൽക്കുന്നുണ്ട്. രണ്ടാമത് തന്നെ ഇവിടെ പറയുന്നുണ്ട്, MSC എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കപ്പൽ വിഴിഞ്ഞത്ത് വരുന്നത് ഈ കമ്പനിയുടെ കപ്പലാണ്. ഇപ്പൊ വലിയ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വലിയ ആഘോഷം നടക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് വിഴിഞ്ഞത്ത് വന്ന് കയറിയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വാർത്ത. അതേ സമയത്ത് തന്നെ ഈ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഒരു സൈഡ് മത്സ്യത്തൊഴിലാളികൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങേ അറ്റത്തെ ദുരിതത്തിലാണ്. ഒരു കാര്യം, MSC ഉണ്ടാക്കിയ ആഘാതത്തിൽ നിന്നുകൊണ്ട് മോചനമായിട്ടില്ല. ഇന്നും ഇപ്പൊ നമുക്കറിയാം, ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനം ആചരിക്കുന്ന അന്ന് കടലോരം മൊത്തവും പ്ലാസ്റ്റിക് വേസ്റ്റിന്റെയും എണ്ണ ബാരലുകളും അല്ലെങ്കിൽ ഈ കപ്പലുണ്ടാക്കിയ ദുരന്തത്തിന്റെ ബാക്കി പത്രമായിട്ടുള്ള വേസ്റ്റുകൾ വന്ന് വേസ്റ്റുകളുടെ ഒരു കൂമ്പാരമായിട്ട് തീരം മാത്രമുള്ള കടലും മാറിയിട്ടുണ്ട്. ആ കടലിൽ ഒഴുകിപ്പോകുന്ന വസ്തുക്കളൊന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടൽ വലിയ ശാന്തമായിരുന്നു, ആ സമയത്ത് പോലും ഇതിനെ ഒന്ന് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് അടുത്തൊരു ദുരന്തം ഉണ്ടാകുന്നത്. പിന്നെ ഞങ്ങളെ പരിഹസിക്കുക ചെയ്യുന്നത്. ദുരന്തമുണ്ടായ ആളുകൾ നമുക്കറിയാം, ഇവിടെ ദുരന്തം ഇങ്ങനെ ഉണ്ടാകുന്ന കപ്പൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടും ഉണ്ടാവാനുള്ള സാധ്യത, റെസ്ക്യൂ ഫണ്ട് ഉണ്ടാവാനുള്ള സാധ്യത, അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് ഉണ്ടാവേണ്ട ഒരു സാധ്യതയും കൂടി ഉണ്ട്. അപ്പം എമർജൻസി ഫണ്ട് എത്രയുണ്ട്, എങ്ങനെയാണ് ആളുകൾക്ക് കൊടുക്കുന്നത്, ആദ്യത്തെ വിക്ടിംസ് എന്നുള്ള രീതിയിൽ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ഇതെങ്ങനെ കൊടുക്കും എന്നതിനെ സംബന്ധിച്ച് യാതൊരുവിധ അറിയിപ്പും കൃത്യമായ വിവരവും ഇല്ല. രണ്ടാമത് നമുക്കറിയാലോ, എല്ലാവരും പറയും വിഴിഞ്ഞം പോർട്ടിൽ വന്നു പോകുന്ന ഒരു കപ്പലിന്റെ എന്തൊക്കെ വസ്തുക്കളാണ് ആ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നതിനെ സംബന്ധിച്ചുകൊണ്ട് ഇവിടെ മാധ്യമങ്ങളും മനുഷ്യരും മത്സ്യത്തൊഴിലാളികൾ സംഘടനകളും ഒക്കെ ഒരുപാട് സംസാരിച്ചതിന് ശേഷമാണ് ആ ലിസ്റ്റ് ഒന്ന് പ്രസിദ്ധീകരിച്ചത്. എന്താണ് ഇതിനകത്ത് നിഗൂഢതയ്ക്ക് ഇത്രമാത്രം രഹസ്യം സൂക്ഷിക്കാൻ സർക്കാരിന് എന്താണ് ഇത്രയും വലിയൊരു ബന്ധം ഈ കമ്പനിയുമായിട്ടുള്ളത്? മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണത്തെക്കാളും അല്ലെങ്കിൽ കടലിന്റെ സംരക്ഷണത്തെക്കാളും വലിയൊരു അഭേദ്യമായ ബന്ധം ഈ കമ്പനികളും സർക്കാരുമായിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. അത് വേണ്ട എന്നുള്ള ഒറ്റ വാക്കിൽ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുക ചെയ്തത്.
ശ്രീമതി മാഗ്ലിൻ, ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു ആശങ്ക കൂടി ഞാൻ ചോദിക്കട്ടെ മാഗ്ലിനോട്. അതായത് ഇനിയിപ്പോൾ മത്സ്യം എങ്ങനെ വാങ്ങിക്കഴിക്കും? ഇതെല്ലാം ഇനി ഈ തീരപ്രദേശത്ത് നിന്ന് വരുന്ന മത്സ്യമൊക്കെ വിഷാംശം കലർന്നതാകില്ല എന്നൊക്കെ ഉള്ള ആശങ്കയുണ്ട്. അത് തീരമേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്കുമുണ്ടോ ആ ആശങ്ക? തീർച്ചയായിട്ടും അത് ഈ കഴിഞ്ഞ ദിവസവും ഈ MSC ഉണ്ടാക്കിയ ദുരന്തത്തിൽ നിന്നോട് നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രി മത്സ്യമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആളുകളുടെ മനോഭാവത്തിനകത്ത് മാറ്റം വന്നിട്ടില്ല. നിരവധിയായിട്ടുള്ള സ്ത്രീകളോട് ഹോസ്റ്റലിലും അവിടേക്കും സ്ഥിരമായിട്ട് മത്സ്യം കൊടുക്കുന്നവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇനി മത്സ്യമായിട്ട് ഇവിടെ വരണ്ട, ഇതൊന്ന് കഴിയട്ടെ, കഴിഞ്ഞതിന് ശേഷം മത്സ്യം ഞങ്ങൾ വാങ്ങിച്ചോളാം. അതുപോലെ മാർക്കറ്റുകളിൽ സ്ത്രീകളും മീനും കൊണ്ടുപോയിട്ട് തിരിച്ചു വരിക ചെയ്യുന്നത്. പ്രത്യേകിച്ച് അറിയാലോ, തിരുവനന്തപുരത്ത് തീരദേശത്ത് ധാരാളം സ്ത്രീകള് മത്സ്യ വിപണനം ഒരു ഉപജീവനമാക്കിയിട്ടുള്ള ആളുകളാണ്. അവരുടെ കുടുംബങ്ങൾ വലിയ പട്ടിണിയിലാണ്. സ്കൂൾ ഓപ്പണിംഗ് ടൈം കൂടെയാണത്. വലിയൊരു ദാരിദ്ര്യം അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും എന്നാൽ MSCയുടെ ആ ഒരു മുങ്ങലിൽ നിന്നുകൊണ്ട് ഒരു രക്ഷ നേടുന്നതിന് മുമ്പായിട്ടാണ് അടുത്തൊരു വന്നത്. അടുത്തത് അറിയാമല്ലോ, MSCയിൽ ഉണ്ടായിരുന്നതിനേക്കാളും മാരകമായിട്ടുള്ള വിഷാംശങ്ങൾ അടങ്ങിയിട്ടുള്ള രാസവസ്തുക്കളുമായിട്ട് വന്നിട്ടുള്ള കപ്പലാണ് മുങ്ങിയിട്ടുള്ളത്. 19 കണ്ടെയ്നറുകളിലാണ് അതീവ സുരക്ഷ ഉണ്ടാവേണ്ട രാസവസ്തുക്കളുള്ളത്. അത് നമുക്കറിയാം, വെള്ളത്തിൽ വീണാല് തീ പിടിക്കുന്നതുണ്ട്, വായുവുമായിട്ട് കയറിനാല് തീ പിടിക്കുന്നുണ്ട്. അത് മാത്രം ഓക്സിജനിൽ നമ്മൾ ശ്വസിച്ചാല് മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന അത്രയും മാരകമായ മാലിന്യ കൂമ്പാരമുള്ള ഒരു ഷിപ്പാണ് ഇവിടെ കൊണ്ടുവന്ന് തീ പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വളരെ ആശങ്കയിലാണ്. കാര്യം തീരദേശത്ത് ഞങ്ങൾക്ക് ഇനി എങ്ങനെ ജീവിക്കാൻ പറ്റും? ഈ ദുരന്തം ഇനി ആവർത്തിക്കപ്പെടില്ല എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്താണ് ഇതുപോലുള്ള അപകടങ്ങൾ വരുമ്പോൾ അപകടത്തെ ലഘൂകരിക്കാൻ എന്ത് സംവിധാനമാണ് സർക്കാരിന്റെയും കമ്പനിയുടെയും പോർട്ട് അധികൃതരുടെയും ഭാഗത്തു നിന്നുണ്ടാവുന്നത്? ഞങ്ങൾ വളരെ ആശങ്കയിലാണ്. അതിനൊപ്പമാണ് ഞങ്ങൾ കളിയാക്കുന്നത് പോലെയാണ് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ദുരിതാശ്വാസം. എന്താ 1000 രൂപ 6 കിലോ വരിയും. രാജ്യത്തിന്റെ ഭടന്മാരെന്ന് കൊട്ടിഘോഷിച്ച മുഖ്യമന്ത്രിയാണ് ഞങ്ങളെക്കുറിച്ച്. അപകടം വരുമ്പോൾ, മറ്റുള്ള എവിടെയെങ്കിലും അപകടം വരുമ്പോൾ ഞങ്ങളുടെ തൊഴിലും എല്ലാം മറന്നുകൊണ്ട് ഓടിപ്പോയി രക്ഷകരായിട്ടുള്ള മനുഷ്യരാണ് ഞങ്ങളെ ഇതിൽ പരം അപഹസിക്കാൻ വേറെ വാക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ മോശമാണ് സർക്കാർ മത്സ്യത്തൊഴിലാളികളെ ട്രീറ്റ് ചെയ്യുന്നത്. പരിഹസിക്കുകയാണ്. അപകട സാഹചര്യത്തിൽ പോലും വളരെ മോശമായി പരിഹസിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രിയുടെയും അതുപോലെ നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരിക്കലും ഒരു രാജ്യത്തും ഇല്ലാത്ത അത്രയും സുരക്ഷിതമല്ലാതെയായി തീർന്നിരിക്കുകയാണ് ഇവിടെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി. മനസ്സിലായി. ശ്രീമതി മാഗ്ലിൻ പീറ്റർ, ഏതായാലും താങ്കൾ ഉന്നയിച്ചതുപോലെ തന്നെ ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ്. ഇതിൽ എന്തെങ്കിലും അട്ടിമറി ഉണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരണം. ഈ കമ്പനിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ട നടപടി. അതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീമതി മാഗ്ലിൻ പീറ്റർ, വളരെയധികം നന്ദി താങ്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ എത്തിയതിന്.